ഹലോ മക്കളെ, നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ഇംഗ്ലീഷ് പേപ്പർ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ പേപ്പറിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ബൈ ദ വേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വൈകുന്നേരത്തെ 7 മണിക്കത്തെ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അതിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾ നാളത്തെ പരീക്ഷയിൽ കാണാൻ പോകുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ മാത്രമല്ല, നാളെ രാവിലത്തെ ലൈവിലും കൂടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവിൽ വരണം. ലൈവിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്ന ഈ സെക്ഷനിൽ ഫസ്റ്റ് നിങ്ങൾ തുറന്നു നോക്കിയാൽ നിങ്ങൾ കാണാൻ പോകുന്ന സംഗതി ആയിരിക്കും മക്കളെ റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇത് നോൺ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ച ടേം 1 ടേം 2 പഠിച്ച ഒരു ചാപ്റ്ററിൻ്റെ ഒരു പാസേജ് ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു ചെറിയൊരു ഭാഗം മാത്രമായിരിക്കും വരാൻ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അത് ഒറ്റ ചോദ്യം ഉണ്ടാവുള്ളൂ. നമുക്ക് അറിയുന്ന ചാപ്റ്റർ തന്നെയായിരിക്കും. പക്ഷേ അത് അറിയണമെങ്കിൽ നമുക്ക് പഠിക്കണം. പഠിക്കപ്പെടാൻ ഇന്ന് വൈകുന്നേരം നമ്മൾ പഠിക്കും. ഓക്കെ, എല്ലാ ചാപ്റ്ററും പഠിക്കും. അപ്പോൾ ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു പാസേജ് എന്നിട്ട് 3, 4 അല്ല 5 ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കും. ഓക്കെ, മൊത്തത്തിൽ നമ്മളെല്ലാം കൂടെ എല്ലാത്തിനും കൂടെ ഒരു ചോദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അതിനുശേഷം 6 ചോദ്യങ്ങൾ വരാൻ പോകുന്ന റൈറ്റിംഗ് സെക്ഷൻ എന്നാണ്. അപ്പോൾ റൈറ്റിംഗ് സെക്ഷനിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ള കാര്യം മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ റൈറ്റിംഗ് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാമോ, ഏറ്റവും കൂടുതൽ സമയം എടുത്ത് പഠിക്കാമോ എന്നാണ് ഈ റൈറ്റിംഗ് സെക്ഷനാണ്. പക്ഷേ ഈ റൈറ്റിംഗ് സെക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഈ റൈറ്റിംഗ് സെക്ഷനിൽ ഫോർ എക്സാമ്പിൾ ഡയറി ഒരു റൈറ്റിംഗ് സെക്ഷനിലെ ഭാഗമാണ്. ഈ ഡയറി വരാൻ പോകുന്നത്, അതിൽ ഡയറിയിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആ ഡയറിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്, എവിടെയാണ് ഡേറ്റ് എഴുതേണ്ടത്, ഹെഡിങ് എഴുതണോ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എൻഡ് ചെയ്യണം, ആ കാര്യങ്ങൾ പഠിക്കണം. അതിനാണ് നമ്മൾ ഫോർമാറ്റ് എന്ന് പഠിക്കുക. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന ഡയറി എൻട്രി ഒന്നല്ല വരിക. ഇന്ന് സ്കൂളിൽ പോയിട്ട് മാർക്ക് കിട്ടിയപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി, ഡയറി എൻട്രി എഴുതൂ എന്നല്ല വരിക. നമുക്ക് പഠിക്കേണ്ട കുറേ ചാപ്റ്റേഴ്സ് ഇല്ലേ, ആ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ എഴുതുന്ന ഒരു ഡയറി ആയിരിക്കും നമുക്ക് വരിക പരീക്ഷയിൽ. അപ്പം നമുക്ക് ചാപ്റ്റർ അറിയേണ്ട മക്കളെ, ചാപ്റ്ററും അറിയണം. ചാപ്റ്റർ അറിയാതെ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ചാപ്റ്ററും പഠിക്കണം, ഫോർമാറ്റും പഠിക്കണം. 2 കാര്യങ്ങൾ വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ രഞ്ജി എഴുതുന്ന ഒരു ഡയറി എൻട്രി ആവാം, ടോട്ടോച്ചാൻ എഴുതുന്ന ഡയറി എൻട്രി ആവാം, അല്ലെങ്കിൽ റോബോട്ടിൻ്റെ റിക്കി എഴുതുന്ന ഡയറി എൻട്രി ആവാം. അപ്പോൾ ആര് വേണേ എഴുതുന്ന ഡയറി എൻട്രി ആവാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററും പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറി എൻട്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ റൈറ്റിംഗ് സെക്ഷനിലെ കാര്യത്തിലും ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ആ 6 ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ലൈവ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അവസാനം ഗ്രാമറിലെ ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, ഗ്രാമറിൽ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ ആ രീതിയിൽ ഒരു ചോദ്യം ഉണ്ടാവും. ഈ രീതിയിലായിരിക്കും നാളത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാം. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും, അല്ലേ, 6 ഇവിടെയും 1 ഇവിടെയും 8 ചോദ്യങ്ങൾ. 8 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സബ് ക്വസ്റ്റ്യൻസ് പോലുണ്ടോ കേട്ടോ. ആ 8 ചോദ്യങ്ങളും ഒരു ചോദ്യം പോലും വിടാതെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഞാനും ഹരിജാമിസും ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടാതെ നാളെ രാവിലെ ഒരു സ്പെഷ്യൽ മോർണിംഗ് ബൂസ്റ്റർ റിവിഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷ നിങ്ങൾ തകർക്കും. അതിൽ ഒരു സംശയമില്ല. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ലൈവിൽ വരാം. ഇന്നത്തെ ലൈവിൽ വരാൻ പോകുന്ന എല്ലാ കുട്ടികളും സാർ ഞാനൊന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർട്ട് ഇമോജി ഇടുക. വൈകുന്നേരത്തെ ലൈവിൽ നമുക്ക് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ മക്കളെ. നമ്മൾ നാളത്തെ പരീക്ഷ തകർക്കും. ഓക്കെ.